2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ജന്മനാട്ടിൽ ആവേശോജ്വലമായ സ്വീകരണമാണ്. കിരീടവുമായി താരങ്ങൾ മുംബൈയിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കാണ് വിജയ പരേഡ് സംഘടിപ്പിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ലോകകപ്പ് ജേതാക്കളായതിനു ശേഷമുള്ള വലിയ പരേഡാണ്. ഇവിടെ വെച്ചായിരിക്കും ടീമിനെ പ്രഖ്യാപിച്ച 125 കോടി രൂപ BCCI കൈമാറുക. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രജിൽ രാജാണ് ചേർന്നത്. ഇപ്പോഴത്തെ കടൽ തീരം റോഡ് നിറഞ്ഞ് ആളുകൾ കൂട്ടം കൂടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. വലിയ തിരക്കാണ് വിശ്വവിജയികളായി എത്തുന്ന ഈ ടീമിനെ അവരെ അഭിവാദ്യം ചെയ്യാനായി കാത്തിരിക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കാണ് ഈ ഘോഷയാത്ര ഇപ്പോൾ പുറപ്പെടാൻ പോകുന്നത്. റജിൽ, വലിയ ആൾക്കൂട്ടമാണ്. ഡൽഹിയിലെ സ്വീകരണ ശേഷം മുംബൈയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക കപിലിൻ്റെ കിരീട നേട്ടം, അതിനുശേഷമുള്ള കിരീട നേട്ടങ്ങളെ ഏത് തരത്തിൽ ആരാധകർ സ്വീകരിച്ചു, അന്നത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ്. രതീഷ്, തീർച്ചയായിട്ടും 1983 കപിലിൻ്റെ ചെകുത്താന്മാരെന്ന് ലോകം വിശേഷിപ്പിച്ച ആ സംഘം മുംബൈയിലേക്ക് കിരീടവുമായി എത്തിയപ്പോൾ ഉണ്ടായ അത്രയും വലിയ ആവേശം, 2007 പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് ധോണിയും സംഘവും കടൽ കടന്ന് ആ കപ്പുമായി എത്തിയപ്പോൾ കണ്ട ആഘോഷം, 2011 വിഖ്യാതമായ വാങ്കഡയിൽ ധോണിയും സംഘവും ശ്രീലങ്കയെ തോൽപ്പിച്ച ഏകദിനത്തിലെ ലോക കിരീടം എടുത്തപ്പോൾ കണ്ട ആവേശം, അതിനൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു ആവേശ കാഴ്ചയ്ക്ക് തന്നെയാണ് ഇന്ന് മുംബൈ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശത്തുമായി വലിയ രീതിയിലുള്ള ആരാധകരുടെ ഒരു ആരാധക പ്രവാഹം തന്നെയാണ് മുംബൈയിലേക്ക് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. ഇന്നലെയാണ് ടീം 3 ദിവസം വൈകിയാണ് ടീം ഇന്നലെ ബാർബഡോസിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചത്. 16 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഡൽഹിയിൽ വന്നിറങ്ങിയ ടീമിന് വലിയ സ്വീകരണം അവിടെ കിട്ടി. രാവിലെ തന്നെ വിമാനത്താവളത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം ടീമിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ടീമിന് മുന്നിലൂടെയാണ് ലോക കിരീടവുമേന്തി രോഹിത് ശർമ്മയും സംഘവും ടീം ബസ്സിലേക്ക് കയറുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ 1 മണിക്കൂറോളം ചിലവഴിച്ചു. നമുക്കറിയാം 7 മാസം മുൻപ് വലിയ നിരാശയിലേക്ക് ടീം പോയപ്പോൾ, അതായത് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നു. ആ ടീമിലെ നിരാശയോടെ നിന്ന താരങ്ങൾക്ക് മുന്നിലേക്ക് നരേന്ദ്രമോദി എത്തുന്നതും ആ ടീമിനെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയും നമ്മുടെ ഓർമ്മയിലുണ്ടാകും. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇതേ ടീം തന്നെ വിശ്വകിരീടവുമായി വിശ്വജേതാക്കളായി ഡൽഹിയിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ അവരെ അഭിനന്ദിക്കാനായി കാത്തിരുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ കണ്ടത്. ആ ടീമിനെ സ്വീകരിക്കുന്നു. ടീമിന് ഈ വിജയ തുടർച്ച അവർക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന രീതിയിലുള്ള ആശംസ അവർക്ക് നേരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദം രാജ്യത്തുടനീളം ഇപ്പോഴും എല്ലായിടത്തുമായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ കാണുന്നത്. ഇന്ന് താരങ്ങൾ എത്തിയപ്പോൾ തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള വലിയ സ്വീകരണം അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ടീം മുംബൈയിലേക്ക് എത്തും. അവിടെ മുംബൈയിൽ നരിമാൻ പോയിന്റിൽ നിന്നാണ് ഈ വിജയ പരേഡ് ആരംഭിക്കുന്നത്. അത് മറൈൻ ഡ്രൈവ് ചുറ്റി വിഖ്യാതമായ വാങ്കഡയിലേക്ക് പോകും. അവിടെ വലിയൊരു സ്വീകരണ പരിപാടി BCCIയുടെ നേതൃത്വത്തിൽ ടീമിന് നൽകുന്നുണ്ട്. ആ പരിപാടിയിൽ വെച്ച് തന്നെയാകും ഈ 125 കോടി രൂപ വിജയികൾക്ക് BCCI പ്രഖ്യാപിച്ചിട്ടുള്ള ആ സമ്മാനത്തുക കൈമാറുന്നതും. എന്തായാലും അസമാനതകളില്ലാത്ത ഒരു ആവേശ കാഴ്ചയ്ക്ക് തന്നെയാണ് ഇപ്പോൾ മുംബൈ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈ തീരത്തിലൂടെ ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നരിമാൻ പോയിന്റിൽ നിന്ന് നേരെ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ വിജയയാത്ര തുടങ്ങാൻ പോകുന്ന ടീം അംഗങ്ങൾ ഇതാ അല്പസമയത്തിനകം എത്തും. മുവർണ്ണ കൊടിയുമായി വലിയ ആരവമാണ്. ക്രിക്കറ്റിനായി പലപ്പോഴും വലിയ ആരവം ഉയർത്തിയ മുംബൈയുടെ തെരുവിൽ വീണ്ടും ഇതാ വിശ്വവിജയികളായി ഇന്ത്യൻ ടീം എത്താൻ പോവുകയാണ്. റജിൽ, സച്ചിൻ ഉണ്ടാകുമോ വാങ്കഡയിൽ? തീർച്ചയായിട്ടും അത് ആ ഒരു നിമിഷം കൂടി ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്നുണ്ടാകും. കാരണം 2011 ഇന്ത്യ ലോകകപ്പ് ഉയർത്തുമ്പോൾ അത് താരങ്ങൾ ഏറെക്കുറെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇത് സച്ചിന് വേണ്ടിയുള്ള ലോകകപ്പാണെന്നാണ്. സച്ചിനെ ചുമലിലേറ്റിക്കൊണ്ട് അന്ന് കോഹ്ലിയും സെവാഗും യുവരാജും അടങ്ങുന്ന ഇന്ത്യയുടെ അന്നത്തെ യുവനിരയൊക്കെ നമ്മൾ വിഖ്യാതമായ വാങ്കഡയിലൂടെ അവർ കടന്നു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്നും മായാതെ നിൽക്കുന്നുണ്ടാകും. അതേ വാങ്കഡയിലേക്ക് ഇന്ത്യയുടെ ഒരു യുവനിര വീണ്ടും കിരീടവുമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം. തീർച്ചയായും വാങ്കഡെ സച്ചിൻ ടെണ്ടുൽക്കർ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു സ്വന്തം മൈതാനം തന്നെയാണ്. അവിടെ ഈ ടീമിന് ആശംസകൾ നേരാൻ അല്ലെങ്കിൽ ഈ ടീമിനെ അഭിനന്ദിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകർ എന്തായാലും പ്രതീക്ഷിക്കുന്നത്. സച്ചിൻ ഈ മൈതാനത്തേക്ക് എത്തുമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. വലിയ ആവേശമാണ്, ആളുകൾക്കെല്ലാം വലിയ ആവേശമാണ്. अर्जेंटीना का रिकॉर्ड तोड़ेंगे एग्जैक्टली वर्ल्ड कप वाला, फीफा वाला. और इतनी बारिश और तूफान हम लोग रात तक यहीं पे खड़े रहेंगे. विल वेलकम टीम इंडिया एंड विल सपोर्ट देम विद ऑल आवर चांस. ഈ കളിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മൾ
കൈവിട്ടെന്ന് പോയ ഘട്ടത്തിലാണ് 30 പന്തുകൾ കൊണ്ടാണ് നമ്മളൊരു മോഹക്കപ്പ് ഉണ്ടാക്കിയത്. കാരണം അവസാനത്തെ 5 ഓവറാണ് ആ മത്സരത്തിൽ തന്നെ വിധി നിർണ്ണയിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് ആവേശം കുറെ കൂടി കൂടുതലായിരിക്കും. കാരണം നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പിച്ചൊരു മത്സരം പോലുമല്ല. നമ്മൾ അവസാന ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വിജയം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അന്ന് ആ 5 ഓവർ തന്നെയാണ് മത്സരത്തിൽ വിധി നിർണ്ണയിച്ചത്. ആ താരങ്ങളെല്ലാം തന്നെയാണ് വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ആ കടൽ കടന്ന് ആ കപ്പുമായി വരുമ്പോൾ എന്തായാലും ആവേശം ഇരട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ കൂടി മുംബൈയിലേക്ക് എത്തുന്നുണ്ട്. അതിൽ 3 താരങ്ങൾ നാളെ സിംബാബ്വെ പര്യടനത്തിനായി ഹരാരയിലേക്ക് പോവുകയും കൂടി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അതായത് ജയ്സ്വാളും സഞ്ജു സാംസണും ശിവം ദുബെയുമാണ് നാളെ മുംബൈയിൽ നിന്ന് രാവിലെ പുതിയ ദൗത്യവുമായി പോകുന്നത്. എന്തായാലും വിശ്രമമില്ല ആ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും എല്ലാ വലിയ ആവേശവും മുംബൈയിൽ നമുക്ക് കാണാം. മുംബൈയുടെ തെരുവീഥികൾ ജനസഞ്ചയമാകുന്ന കാഴ്ച തന്നെയാണ്. ഇതിനു മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കാഴ്ച നമ്മൾ കണ്ടത് 2007 കണ്ടിട്ടുണ്ട്, 1983 കണ്ടിട്ടുണ്ട്. ആ കാഴ്ചയുടെ ഒരു തനി ആവർത്തനമാണിപ്പോൾ ഏതാണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നമ്മൾ വീണ്ടും കാണുന്നത്. നീണ്ട കാലത്തെ ഒരു കിരീടവരൾച്ച പോലെ ജനസാഗരം മുംബൈ തീരത്ത് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇന്ത്യൻ ടീമിന്റെ വരവിനായി വലിയ ആവേശ തിരമാല അവിടെ ഉയരുന്നു. നമ്മൾ വളരെ വേഗത്തിൽ അല്പസമയത്തിനകം ഈ വിശ്വവിജയിയായ ടീം മുംബൈയിലേക്ക് എത്താൻ പോവുകയാണ്.